ചില അവളുമാരുടെ ഈ മുതലെടുപ്പ് കാണുമ്പോ പറയാതിരിക്കാൻ വയ്യ ഗൈസ്. കാര്യം പറയണ അത് ഞാൻ എങ്ങനെ പറയൂടാ നിന്റെ അടുത്ത്? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് തേങ്ങയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്താന്ന് വെച്ചാൽ കാര്യം പറ. ഇൻസ്റ്റാഗ്രാമിൽ മെഹർ ആങ്കറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കക്ഷി ഈ പെണ്ണ് കുറെ കാലമായിട്ട് കോമാളിത്തരം കാണിച്ച് ലൈം ലൈറ്റിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പെണ്ണാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ I'm going for the protest today and let's see what's in my bag. Pesa, koda, cap, sunscreen jacket for sure. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഗെറ്റ് റെഡി വിത്ത് മീയും വാട്ട്സ് ഇൻ മൈ പ്രൊട്ടസ്റ്റ് ബാഗും സൺ പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പോവാൻ വേണ്ടി അത് റെഡ് കാർപ്പറ്റ് ആണോ? പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു മര്യാദയുണ്ട്. കഷ്ടം. ഇതിനൊക്കെ എല്ലാം നമ്മൾ ഇങ്ങനെ കോണ്ടന്റ് ആക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും കോണ്ടന്റ്. ഈ റീച്ചിന് വേണ്ടിയിട്ടാണോ ഇത്? സമൂഹത്തിന്റെ ഓരോ പോക്കെ. ഈ നല്ലവനെ കൊണ്ട് തോറ്റല്ലോ. ഗെറ്റ് റെഡി ചെയ്യാനും ഫുൾ ഓൺ മേക്കപ്പിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നത് പോലെ ചിരിച്ച് സ്ലോഗനം പിടിച്ചിട്ട് പോസ് ചെയ്ത് നിൽക്കുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നുണ്ട്. പറഞ്ഞാലുണ്ടല്ലോ അവൾ ആരാണോ വിചാരിച്ചത്? എനിക്കറിയില്ല. എന്നാ മനസ്സിലായിക്കോ, എന്റെ സ്വന്തം ആളാ. ജെൻസി പ്രൊട്ടസ്റ്റിൽ ന്യൂ മെത്തേഡ്സ്, ന്യൂ വേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലുള്ള കോണ്ടന്റ് ക്രിയേഷൻസ് ആണ്. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു. ഇവരാണോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നടക്കുന്നത് പ്രൊട്ടസ്റ്റ് ആണ്. പുറത്തേക്ക് മാറി നിൽക്കുക. ഞാൻ എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഈ പറഞ്ഞ മെഹറും ഒക്കെ അവരുടെ കോണ്ടന്റിന്റെ അകത്ത് ഈ പ്രൊട്ടസ്റ്റിന്റെ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തതിലൂടെ എന്താ അവർ ചെയ്തേ? എനിക്കറിയില്ല. അവരുടെ സോഷ്യൽ മീഡിയ സ്പേസും കൂടി അവർ ഈ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാക്കി ഇത് വിസിബിലിറ്റി കൊടുക്കുകയാണ് ഉണ്ടായത്, അല്ലേ? അതൊരു നല്ല കാര്യമായിട്ട് കാണാതെ വെറുതെ പോയി അവരെ ക്രിട്ടിസൈസ് ചെയ്ത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ജെൻസി പ്രൊട്ടസ്റ്റ് പിന്നെ എങ്ങനെയാവണമെന്നാ നിങ്ങൾ പറയുന്നത്? അവൻ പൊട്ടന വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. അറ്റ്ലീസ്റ്റ് അത് കണ്ടിട്ടെങ്കിലും 10 ആൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ. അതിനെന്താ പ്രശ്നം? ഇറ്റ്സ് എ ജെൻസി വേ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. എന്താ കൂട്ടം കൂടി പോയിട്ടാ പോടാ പോടാ.